നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ ഷംസുദ്ദീൻ വൻഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന UDF മന്ത്രിസഭയിൽ മണ്ണാർക്കാടിന് അർഹമായ മന്ത്രിസ്ഥാനം ഉണ്ടായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവായ അഹമ്മദ് അഷ്റഫ് അഭിപ്രായപ്പെട്ടു. ഇത് മണ്ഡലത്തിലെ വികസന കുതിപ്പിന് വലിയ കരുത്താകുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അലനല്ലൂരിൽ നടന്ന UDF പ്രവർത്തകരുടെ സംഗമം അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വേണുമാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK അസീസ് സാഹിബ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ണാർക്കാടിന്റെ സമഗ്ര പുരോഗതിക്കും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ഷംസുദ്ദീന്റെ വിജയം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂസഫ് പാക്കത്ത് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. പരിപാടിയിൽ പ്രമുഖ UDF നേതാക്കളായ റഷീദ് ആലായൻ, ഹബീബ് മാഷ്, കാസിം ആലായൻ, ഉസ്മാൻ കൂരിക്കാടൻ, തങ്കച്ചൻ, ബഷീർ തെക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുടനീളം വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. അങ്ങനെ നടക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ശേഷം മണ്ണാർക്കാട് എന്നൊരു MLA നിരവധി രണ്ട് പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ജയിച്ചു, ഒരു പ്രാവശ്യം കളക്ടറുള്ള ജയിച്ചു, 80 പ്രാവശ്യം ജയിച്ചു. ഒരുപാട് MLA UDFന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മന്ത്രിമാരാകാൻ പറ്റി. ഈ പ്രാവശ്യം നമുക്ക് ഒരു പക്ഷേ മണ്ണാർക്കാടിന് ഒരു മന്ത്രി ഉണ്ടാവും. പക്ഷേ നല്ല ഭൂരിപക്ഷത്തോടുകൂടി മണ്ണാർക്കാട് ഷംസുദ്ദീനെ നമുക്ക് ജയിപ്പിക്കണം, എന്നാലേ നമുക്കത് പറയാൻ കഴിയും. എന്തെങ്കിലും കാരണവശാൽ UDFന്റെ ഭാഗത്ത് നിന്ന് ഷംസുദ്ദീനെ ഗൗനിക്കാതെ വന്നാൽ ഈ നേതൃത്വം പോയി ഷംസുദ്ദീനെ മന്ത്രിയായി കാണണം എന്ന് പറയേണ്ട ആളുകളോട് ഞങ്ങളൊക്കെ പറയാനും അതിന്റെ കൂടെ ഉണ്ടാവും.